ഇരിക്കുകയായിരുന്നു. എന്തിന്? ആൾക്കാരൊക്കെ ഒന്ന് പോണ്ടേ? എന്താ നാണമുണ്ടോ? ഏയ്, എനിക്കൊരു നാണവും ഇല്ല. എനിക്കറിയാം നീ നാണോ മാനോ ഒന്നും ഇല്ലാത്തവളാണെന്ന്. പക്ഷേ വീട് വിട്ടിറങ്ങിയിട്ട് ചെറിയൊരു പേടിയുണ്ടല്ലേ? ഏയ്, ഈ കൊക്കത്ര കുളം കണ്ടതാ. ഈ കൊക്കിനെ ഞാനങ്ങ് കൊന്ന് കറി വെച്ച് തിന്നട്ടെ. കറി വെച്ച് തിന്നുന്നതൊക്കെ കൊള്ളാം, എല്ല് തൊണ്ടേ കുരുങ്ങരുത്. ഒരു തമാശക്കാരി തുള്ളിയാ വെച്ചിരും പറഞ്ഞു കേട്ടല്ലോ. പെണ്ണ് കാണാൻ വന്ന ദിവസം തൊട്ടേ ആലോചിച്ചതാ എനിക്കൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. അതിനെന്താ, ചേട്ടൻ അവിടെ നിന്ന് ഒറ്റയ്ക്ക് സംസാരിക്കും. പോവല്ലേ? അതല്ല, പിന്നെ എന്റെ കുസുമത്തോടൊന്ന് ഒറ്റയ്ക്ക് സംസാരിക്കണമെന്ന്. പറ, നമുക്ക് ഹണിമൂൺ ട്രിപ്പ് ഊട്ടി പോയാലോ? അയ്യോ, ഊട്ടി എന്ന് പറഞ്ഞാൽ ഭയങ്കര തണുപ്പല്ലേ? ഊട്ടി എന്ന് പറഞ്ഞാലൊന്നും ഒരു തണുപ്പുമില്ല. പിന്നെ കാശ് ചിലവാക്കി നമ്മളവിടെ ചെന്നാലേ ഉള്ളു തണുപ്പ്. ഇതൊക്കെ എന്റെ കുസുമത്തിന് ആരോ പറഞ്ഞ് പറ്റിച്ചു വെച്ചിരിക്കുന്നതാ. നമ്മുടെ ജീവിതത്തില് ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് അത്. എന്റെ കുസുമം സമയത്ത് 9 ആയില്ലല്ലേ? അതിനെ കഥ അടച്ച അല്ല, പിന്നെ ഒരു അറിഞ്ഞൂടാത്ത പെണ്ണ് ഇവിടെ ഒറ്റയ്ക്ക് വന്നിരിക്കാനായിരുന്നു. ഞാൻ പിന്നെ എന്തുവാ ചെയ്തത്? അറിഞ്ഞൂടാത്ത പെണ്ണ്, പരിചയമില്ലാത്ത പെണ്ണ്. ചെറുക്കന്റെ മദ്യഭാവം കണ്ട എന്തുവാ? അച്ഛൻ മരിച്ചിട്ടേ 10-15 വർഷമായി. വയ്യാത്തൊരു കളവി. ഇവിടെ നല്ല വിചാരമുണ്ടോ? നിങ്ങൾ ഇത് ചോദിക്കാനാണോ അമ്മച്ചി രാത്രി ഇങ്ങോട്ട് കയറി വന്ന്? അതൊന്നല്ല, എന്റെ മരുമോളെ പറ. എന്റെ മോളെ പറ. അല്ല, ഇതാരും അമ്മയായിരുന്നു. പിന്നെ നീ എന്ത് കരുതി? ഞാൻ കരുതി വല്ല റെയ്ഡും ആയിരിക്കും. ഇത് എത്ര കാലം കൊണ്ട് പറയുന്നു? ഇവിടെ ഇറങ്ങുന്ന പരിപാടിയൊക്കെ മാറ്റി നാളെ തന്നെ ഒരു ഗ്യാസ് കണക്ഷൻ എടുത്ത് കൊടുക്കണമെന്ന്. ഗ്യാസ് കണക്ഷൻ എടി, നാളെ തൊട്ട് ഈ വീട്ടിൽ ഗ്യാസ് കണക്ഷൻ. എടി, അതാ പറയുന്നത് സ്നേഹമെന്ന്. ഇതാണ് സ്നേഹം. സ്നേഹം കൊണ്ടൊന്നും അല്ല, ഞാൻ പറയാറില്ലേ ഇവിടെ വീടിന്റെ വിളക്കാണെന്ന്. ഇവിടെ നിന്ന് കത്തിരിക്കുന്ന കാണണം. വന്ന് കയറിയ പെണ്ണിനെ നിങ്ങൾ പേടിപ്പിച്ച് പറഞ്ഞേ. അറിയാല്ല, 36 പെണ്ണ് കണ്ടിട്ടാ പറ്റി ഒരു കല്യാണം ഓക്കെ ആയത്. ഒരു കരുണ കാണീരമ്മ. ഇന്ന് രാത്രി തന്നെ അമ്മായിയമ്മ പോയിട്ടല്ലേ? നിനക്കെന്ത് വയ്യേ? ഒന്നുമില്ല. വയ്യേ? നോക്ക്, ചൂടുവെള്ളം എടുക്കട്ടെ. ചൂടുവെള്ളം വേണ്ട. കട്ടൻ ചായ എടുക്കട്ടെ. കട്ടൻ ചായ ഇല്ല, ഒന്നും വേണ്ട. എന്തെങ്കിലും പറഞ്ഞ് ഇങ്ങോട്ട് നോക്കണം. നീ എന്തിനാ അങ്ങോട്ട് നോക്കുന്നത്? എന്റെ പൊന്നമ്മച്ചി, 10-26 വർഷം കൊണ്ട് ഞാൻ അങ്ങോട്ട് തന്നെ അല്ലേ ഈ കിടന്ന് നോക്കുന്നേ. വല്ല ഗതി ഒരിക്കൽ പിടിച്ചിട്ടുണ്ടോ? ഇല്ലല്ലോ. തീരെ അങ്ങ് വയ്യ അല്ലേടാ? ഇല്ല. കട്ടൻ ചായ വേണ്ടമാ. ചൂടുവെള്ളം വേണ്ട. കട്ടൻ ചായ വേണ്ട. വേറൊരു കാര്യം, നാളെ കുറെ ആൾക്കാരെ ഇങ്ങോട്ട് വരും. വരുമ്പോഴേ നാരങ്ങ പിടിച്ചു കൊടുക്കണം. നാരങ്ങ ഇങ്ങോട്ട്. നാരങ്ങ എവിടെ വെച്ചിരിക്കുന്ന? കട്ടിലടിയിലിരിക്കുന്നു. ഈ കട്ടിലടിയിലെ നാരങ്ങ കൊണ്ടുവയ്ക്കാൻ കട്ടിലുള്ളൂ ഈ വീട്ടിൽ. അങ്ങോട്ട് ഇല്ല മച്ചി, മുറുക്കാനും കൂടെ കൊണ്ടുവയ്ക്കാം. മുറുക്കാൻ ചോദിച്ചില്ലല്ലോ. അതിന്റെ പേര് പറഞ്ഞ് ഇങ്ങോട്ട് വരണ്ടല്ലോ. ഒരു വിരക്കം കൊണ്ട് വേസ്റ്റ് ആക്കണ്ടല്ലോ. വയ്യേ? ഒന്നുമില്ല. ഒരു ഗ്ലാസ് ചൂടുവെള്ളം. എനിക്ക് ചൂടുവെള്ളം വേണ്ട. കട്ടൻ ചായ. കട്ടൻ ചായം വേണ്ട, ചൂടുവെള്ളം ഒന്നും വേണ്ട. ചൂടുവെള്ളം ഒന്നും വേണ്ട. ഒന്നും വേണ്ട. അപ്പൊ ഞങ്ങോട്ട് പോട്ടെ. ഞങ്ങോട്ട് പോകുമ്പോ വേണം പോട്ടെ. മോളെ പോട്ടാടി. അമ്മ ഇങ്ങനെ 2 ദിവസം കഴിയുമ്പോൾ മാറിക്കോളും. അല്ലെങ്കിൽ എന്റെ ചക്കര വേണം മാറ്റിയെടുക്കാൻ. ചക്കര മാറ്റിയെടുത്ത ബാക്കിയാരോ ഉണ്ടാക്കി നെച്ചൈത്താരും പിടിച്ചിട്ട് പോതില്ലയോ? അതല്ല, അമ്മയുടെ സ്വഭാവം മാറ്റുന്ന കാര്യം. എന്താ, അമ്മയെ കണ്ടപ്പോ അങ്ങ് പേടിച്ചു പോയോ? ഞാൻ പേടിച്ചിട്ടൊന്നുമില്ല. ഒന്നും പേടിക്കാനില്ല കേട്ടാ. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് എന്റെ കുസുമം. ഈ തള്ളെ ഞാൻ 7 വർഷം കൊടുത്ത് കൊല്ലത്തേ ഉള്ളൂ. എന്താണ് തട്ടി തുറക്കാതെ വരുന്നു. മറിച്ചുകൂടും. ആരാ നീ? ക്ലാസ് എടുക്കാൻ വന്നതാ. പ്രസന്റ് സാർ, ഏത് കോളേജിൽ അധ്യാപകൻ? കോളേജ് അധ്യാപകനല്ല, ഞാൻ പാചകക്കാരൻ കുരുട്ട് വിജയം. പാല് കൊണ്ടുവന്ന ക്ലാസ് കൊണ്ടുപോകാൻ വന്നതാ. ചേടാ കുരുട്ട് വിജയ, നീ ഇരുട്ട് വാക്കിനോട് ഇങ്ങോട്ട് കയറി വരാൻ തോന്നിയല്ല. എടാ, നിനക്കൊരു മര്യാദയില്ല. ഈ സമയത്താണ് അവിടെ ഒരു മണിതായി കയറി വരുന്നത്. ചേട്ടനും ഞാനുമായിട്ടുള്ള സോഷ്യൽ മെന്റാലിറ്റി ചേട്ടനും ഞാനുമായിട്ടുള്ള സോഷ്യലിസം. എടാ, നിനക്ക് സോഷ്യലിസം കാണിക്കാൻ കാറൽ മാക്സിന്റെ മുറിയല്ല, കട്ടൻ മണ്ണി ചുമക്കുന്ന സുധാകരന്റെ മുറിയാ. പാല് കുടിച്ചിട്ട് ഗ്ലാസ് ഇതാ. ചേട്ടാ, നിന്റെ കണ്ണി പുരു. എടാ, ആ ഗ്ലാസ്സിൽ പാലിരിക്കുന്ന ആളമ്മ. ചേട്ടാ, പാലിരിക്കുന്നു. ആ
അത് കുടിച്ചിട്ട് ഇപ്പോഴും തരാനൊന്നും പറ്റത്തില്ല. അത് കുടിച്ചിട്ട് തന്നെ എനിക്ക് കണക്ക് കൊടുക്കാനുള്ളതാ. ആ ഗ്ലാസ്സിന് എത്ര രൂപ? 25 രൂപ. ഈ സമയത്ത് കൂടും. 25 രൂപ ഉണ്ടെങ്കിൽ പോയാ ചേട്ടോ ഇതിൽ ഒഴിച്ചടിക്കാൻ ഒരു പൈന്റ് വാങ്ങാനുള്ള കാശും കൂടെ. എടാ ഈ സമയമായോണ്ട് അല്ലാതെ നീ ചത്തു വീണ റീത്തിന് പോലും തരാത്തവൻ അറിയുന്ന ഇറങ്ങി ദൂരം മോളെ അതൊക്കെ ഞാൻ ഡീൽ ചെയ്ത് വിട്ടു. അയ്യേ അയാൾ പോയില്ല. ഇനി എന്തുവാണ് നിനക്ക് ഇവിടെ? എന്റെ ഒരു ചരുവ ഇവിടെ അതിന്റെ ചരിവും ഇത് അണ്ടാവല്ലേ? എന്റെ പൊന്നു കുഞ്ഞെ, ആരെങ്കിലും ഒക്കെ വരുമ്പോൾ ഇങ്ങനെ നിൽക്കരുത്. പിന്നെ ഇങ്ങനെ നിൽക്കണം. പറഞ്ഞല്ലോ നാട്ടുകാരെ കൊണ്ടുവരുന്നത് പറയിപ്പിക്കാനായിട്ട്. എനിക്ക് വയ്യ സുധാകരേട്ടാ. അയ്യോ അങ്ങനെ വിളിക്കില്ല നീ എന്നെ. അതും ഇതും പറഞ്ഞിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ആദ്യരാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. അതെ എന്റെ കുസുമം. നിങ്ങൾ എന്തിനാ അമ്മ ഈ പരിസരത്ത് കിടന്ന് കറങ്ങുന്ന? നിങ്ങളെന്തോ 9 മണിക്ക് ഉറക്കുന്ന തള്ളയല്ലായിരുന്നോ? ഇന്ന് നിങ്ങളെ കണ്ണടയത്തില്ലയോ? ഒന്ന് പറ. ചെറുക്കെന്ന് അറിയാനും പാടില്ലല്ലോ. എനിക്ക് വയ്യടാ. കുഴപ്പമില്ല, ഒരു ഗ്ലാസ് ചൂടുവെള്ളം എടുക്കട്ടെ? എന്റെ ദൈവമേ, ഈ വീട്ടിൽ ഇതിനു വേണ്ടി ചൂടുവെള്ളം എവിടെ കിടക്കുന്നത്? കളപ്പിച്ചിട്ടിരിക്കാണോലാ? ചൂടുവെള്ളത്തിൽ മുക്കിയാട്ടേ അടങ്ങത്തുള്ളോ? എന്റെ പൊന്നമ്മച്ചി, ഒരു അമ്മയുടെ അടുത്ത് ചോദിക്കാവോ എന്ന് എനിക്കറിയില്ല. എന്തോന്ന് ചോദിച്ചു പോവുകയാണ്. ചോദിക്കും. ക്ഷമിക്കണോ എന്നോടോ? നിങ്ങളുടെ ആദ്യ രാത്രി ഞാൻ വന്ന് ശല്യപ്പെടുത്തിയായിരുന്നു. എന്ത് വൈകി? എനിക്ക് കുഴപ്പമില്ല. ഒരു ഗ്ലാസ് ചൂടുവെള്ളം തലവടി ഒഴിക്കാതെ തളച്ചോളൂ. ചൂടുവെള്ളം വേണ്ടേ? അപ്പൊ ഞാൻ പോട്ടെ. ഫോട്ടോ എടുക്കാം. ഫോട്ടോ അടി. കഥ കാണിച്ചിരണം കേട്ടോ. ഇവിടെ സല്ലപിക്കരുത്. ഇല്ലില്ല. ഇനി ഒന്നും പേടിക്കാനില്ല. അമ്മയെ പറഞ്ഞു വിട്ടു, പാചകക്കാരനെ പറഞ്ഞു വിട്ടു, നാരങ്ങ എടുത്തു കൊടുത്തു, കഥ കടച്ച് ജനലടച്ചു. ഇനി ചേട്ടന്റെ വായും കൂടെ അടച്ചു. അതും അടച്ചു. സുധാകരേട്ടാ, എന്തോ ഒരു കാര്യം എനിക്ക് ചോദിക്കാൻ. എന്ത് കൊണ്ടു? പിന്നെ നമ്മുടെ കല്യാണം കഴിഞ്ഞത് ഒരു ദിവസത്തിലായുള്ളൂ. ഇനി ചേട്ടന് 1 മാസത്തേക്ക് ജോലിക്ക് ഒന്നും പോകണ്ടോ? കല്യാണം കഴിഞ്ഞ് നമ്മൾ തറവാട്ടി കയറിയിരിക്കുന്ന അല്ല നമ്മുടെ സ്വഭാവം. പിന്നെ കല്യാണം കഴിഞ്ഞാൽ നമ്മൾ ജോലിക്ക് പോകണം. മോളെ പഴഞ്ഞൊരു കേട്ടിട്ടില്ലേ? എന്തോന്നു? സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് നമുക്ക് കാപത്ത് തിന്നാം. അപ്പൊ സമ്പത്ത് കാലത്ത് നമ്മൾ റബ്ബർ വെച്ചാലോ? ആപത്ത് കാലത്ത് വയറ്റുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അത് പറയാനുള്ള സമയമല്ലത്. നമ്മുടെ ജീവിതത്തില് ഒരിക്കലും മറക്കാനാവാത്ത ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. അതെ. എന്റെ കുസുമം. ടിന്റു മോനാണോ? എന്താ ടിന്റു മോനെ? എന്റെ പൊന്നു മോനല്ലേടാ, നീ അച്ഛന്റെ അമ്മയുടെ കൂടെ പോയി കിടടാ. മാമന്റെ കൂടെ കിടക്കാതിരുന്ന മാമ എന്തൊക്കെ മേടിച്ചു തരാന്നറിയാമോ? വീഗാലാൻഡ് കൊണ്ടുപോകാം, മഞ്ചു മുട്ടായി മേടിച്ചു തരാം, മോന് പുതിയ ഉടുപ്പും പാന്റും മേടിച്ചു തരാം. ഇനി പറ മാമന്റെ കൂടെ കിടക്കണോ? കൊച്ചി കിടക്കനാ കേട്ടോ. ഇതിന്റെയൊക്കെ പിന്നണി ആരാന്നറിയാമോ? മനഃപൂർവ്വ എന്റെ വീട്ടുകാർ ചെയ്യുന്ന പ്ലാനിങ് ആയത്. കാരണം ഞാനൊരു കന്യകനായിട്ട് ഇങ്ങനെ നിൽക്കണം അവർക്ക്. അല്ലെങ്കിൽ ഈ വീട്ടിൽ എത്ര മുറിയുണ്ടടി? നാരങ്ങുണ്ട്. ഈ കട്ടിലാണ് തിരക്കരെ പറഞ്ഞ് വിട്ടിരിക്കുന്നത് എന്റെ അളിയൻ. നാളെ നേരം വെളുത്തോടെ ഞാൻ മണ്ണനെ വിട്ട് കത്തിക്കും. ഒന്നില്ല ഇതല്ലെങ്കിൽ ജീവിതം. അത് മതിയായിട്ട് ഒറ്റ എന്റെ സ്വഭാവം നിനക്ക് ഒരു അറിഞ്ഞോളൂ. പറഞ്ഞാണല്ലോ. അയ്യോ ഞാനൊന്നും പറഞ്ഞില്ല. ഇതല്ലേ എന്റെ കുഴപ്പം. ഞാൻ ദേശിച്ചിട്ടുള്ള വല്ല കാര്യമുണ്ടോ? ഇതെന്റെ ആദ്യ രാത്രിയല്ലേ, അല്ലാതെ നിന്റെ അല്ലല്ലോ. എന്നെ കൊണ്ട് അതും ഇതും പിടിച്ച് പറയിപ്പിക്കല്ലേ. ഇതൊന്നും സംസാരിച്ചിരിക്കാനുള്ള സമയമല്ലത്. നമ്മുടെ ആദ്യ രാത്രിയുടെ സുവർണ്ണ നിമിഷങ്ങളാണ്. എന്റെ കുസുമം. രണ്ടിലൊന്നല്ലേ, വാളും കാണുന്നില്ലല്ലോ ദൈവമേ. ഒന്നീ ജീവിതം അല്ലെങ്കിൽ ജയില്. ഇത് രണ്ടിലേറെങ്കിലും ഒന്ന് മതി. പാല് കുടിച്ചിട്ട് പാല് ഇന്നാരാണെന്ന് എനിക്ക് ഇന്നൊന്നും അറിയണം.
ചക്ക കുത്തിയിടാൻ നോക്കിയത്. ഈ പാതിരാത്രി കാണോടാ ചക്ക. അല്ല, അമ്മാവൻ എന്ത് ഇവിടെ? ഞാനേ നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ വന്നതല്ലേ രാത്രി, യാത്ര പറയാൻ വേണ്ടിട്ട് വന്ന. അയ്യോ, അമ്മാവ് യാത്ര പറയാൻ വന്നേതാ? ഞാൻ തറവാട്ടിലേക്ക് പോവാ. തറവാട്ടിലോട്ട് പോവാ? തറവാട്ടിൽ പോവാ. അതുമല്ല ഇവിടെ AC ഇല്ല. അയ്യോ, അമ്മാവൻ AC ഇല്ലാതെ കിടക്കാൻ AC ഇല്ലാണ്ട് എനിക്ക് പറ്റത്തില്ല. പറ്റൂല. അതിന്റെ അമ്മാവി മരിച്ചിട്ട് ഞാൻ മരണം അറിയിച്ചു, നീ വന്നില്ല. അപ്പൊ ഇപ്പോഴെങ്കിലും വരണം, അതിന്റെ കുറവ് ഇപ്പൊ നികത്തണം. ഒരു സംഭവം നമുക്ക് രണ്ടുപേരും കൂടെ തറവാട്ടിൽ വരണം, ഹണിമൂണ് അതിന്റെ തറവാട്ടിൽ അടിച്ച് പൊളിക്കാം. പറ്റൂല. AC ഇല്ലാണ്ട് പറ്റില്ല. എന്നാ പിന്നെ ഞാൻ അങ്ങോട്ട് എന്റെ എല്ലാവരും അനുഗ്രഹം മേടിച്ചിരുന്നു. എല്ലാവരും അനുഗ്രഹം കൊണ്ടാവും. ഞാൻ അങ്ങോട്ട് ഇറങ്ങട്ടെ. ശരി അമ്മാവോ. മക്കൾ എന്തേലും പറഞ്ഞായിരുന്നോ? ഇല്ല, കഥ അമ്മാവൻ അടയ്ക്കോ ഞാൻ അടയ്ക്കണം? വേണമെങ്കിൽ അറിയടാ. കല്യാണം കഴിഞ്ഞ് മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിയപ്പോ ആദ്യം വണ്ടിക്കൂലി കൊടുത്തതാ ഈ പട്ടിക്ക്. അവൻ രാത്രി യാത്ര ഉണ്ടാക്കാൻ വന്നിരിക്കുന്നു, നരച്ച കിളവൻ. ചെന്ന് കയറാൻ അവന്റെ തറവാട്ടി, ഇവിടെ എന്റെ തറവാട്ടി സമാധാനം തരുന്നില്ല. പിന്നെ അവന്റെ തറവാട്ടി ചെന്ന് കയറി കൊടുത്ത. നീ അവന്റെ തറവാട് കേട്ടിട്ടുണ്ടോ? 2 മരക്കമ്പും 4 കീർ ഓലയും ചേർത്ത് വെക്കുന്നതാ തറവാട്. കട്ടിക്ക് പറഞ്ഞിട്ട് പോയില്ലേ? AC ഇല്ലാതെ ഉറങ്ങൂല. AC ഇല്ലാതെ ഉറങ്ങൂല. കോഴിയെ കെട്ടി തൂക്കിട്ട് കാറ്റ് കൊള്ളുന്നവരാ AC. ഇപ്പൊ അത് AC പൂർവ എന്റെ അമ്മായി ചവിട്ടി കൊന്നതാ. സുധാകരൻ ഇനി വാതിൽ അടച്ചിട്ടുണ്ടെങ്കിൽ ദൈവം തമ്പുരാൻ വന്ന് കുട്ടിയാൽ പോലും തുറക്കത്തില്ല. ഇത് സത്യം, സത്യം, സത്യം. അയ്യോ സുധാകരേട്ട, നമ്മുടെ ജീവിതത്തിൽ എന്നും ഓർമ്മിക്കാൻ പറ്റാവുന്ന ആദ്യ രാത്രിയുടെ സുവർണ നിമിഷങ്ങളാണ് അത്. എന്റെ കുസുമം സുധാകരേട്ട. Thank you. ഒരു പ്രത്യേക അറിയിപ്പുണ്ട്. പതിവ് പോലെ എല്ലാ മാസവും നടത്താറുള്ള പ്രയർ മീറ്റിംഗ് നാളെ കൃത്യം 2 മണിക്ക് സെൻറ്റ് മേരീസ് ചർച്ച് ഹാളിൽ വെച്ച്, ലിറ്റിൽ ഹാംപ്ടൺ സെൻറ്റ് മേരീസ് ചർച്ച് ഹാളിൽ വെച്ചായിരിക്കും എന്ന് ജോസിയേട്ടൻ അറിയിച്ചിട്ടുണ്ട്. നമ്മളെ ഒരു പ്രതീക്ഷയോടെ കാത്തിരിക്കുന്ന കപ്പിൾ ഡാൻസ് ഏതാനും നിമിഷങ്ങൾക്കകം ആരംഭിക്കുന്നതായിരിക്കും.